ഒരു 45 വർഷം മുമ്പാണ് ഞാൻ ഈ സ്കൂളിൽ പഠിച്ചത്. ഏകദേശം അര സെഞ്ചുറി, അതായത് 40 വർഷങ്ങൾക്ക് മോളമായി ഞാൻ ഈ സ്കൂൾ ഇങ്ങനെ തന്നെയാണ്. ആദ്യമായി ഞാൻ ഹരിശ്രീ കുറിച്ചത് ആദ്യാക്ഷരങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായതും ഈ ക്ലാസ് മുറികളിലാണ്. ഇതാണ് എൻ്റെ 1ാം ക്ലാസ്. പൊന്നമ്മ ടീച്ചറും ഐഷ ടീച്ചറും ഒക്കെ അടങ്ങുന്ന ഈ സ്കൂളിലായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ആദ്യാക്ഷരം കുറിച്ചതും. ഹരിശ്രീ എന്ന് പറയുന്ന ഒരു വാക്ക് ഞാൻ ആദ്യമായി ഈ സ്കൂളിൽ നിന്നാണ്. ഇതാണ് മമ്പാട് LP സ്കൂൾ നോർത്ത് എന്ന് പറയുന്നത്. 45 വർഷങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എത്രയോ ഋതുക്കൾ കടന്നു പോകാൻ മതിയാകുന്ന സമയമാണ്. എന്നാൽ ഈ സ്കൂളിൻ്റെ വരാന്തയിലേക്ക് വീണ്ടും കാൽവെച്ച നിമിഷം സമയം എന്നെ പിന്നിലേക്ക് പിടിച്ചു നടത്തുകയായിരുന്നു കേട്ടോ. ഈ മണ്ണിലൊരിക്കൽ എൻ്റെ കുഞ്ഞിക്കാലത്തിൻ്റെ കാലടിപ്പാടുകളുണ്ടായിരുന്നു. ഈ വരാന്തയിലൂടെ ഓടി നടന്നിരുന്നു. ഈ ക്ലാസ് മുറികളിൽ അക്ഷരങ്ങൾ ആദ്യമായി കൂട്ടുകാരാക്കിയിരുന്നു. ഹരിശ്രീയുടെ ആദ്യ വരകൾ വിരൽ പിടിച്ചെഴുതിച്ച ആ അധ്യാപികയുടെ കൈയുടെ ചൂട് ഇന്നും എവിടെയോ മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട്. ഇന്ന് ഞാൻ ഇവിടെ ഒരു അതിഥിയായാണ് വന്നത് ഈ സ്കൂളിൽ. പക്ഷേ ഈ മതിലുകൾക്ക് ഞാൻ അതിഥിയല്ല. അവയ്ക്ക് എന്നും എന്നെ തിരിച്ചറിയാമെന്നുള്ളതാണ്. കാരണം കുട്ടിക്കാലത്ത് നമ്മൾ വിട്ടുപോയ ചിരികളും സ്വപ്നങ്ങളും മതിലുകൾ ഒരിക്കലും മറക്കാറില്ല. ഈ മുറ്റത്ത് നിന്ന് ആകാശം നോക്കി എത്ര സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാനന്ന്. ചെറിയ ഇടവേളകളിൽ കൂട്ടുകാർക്കൊപ്പം പങ്കുവച്ച ചിരികളുണ്ട്. ചോറ്റുപാത്രത്തിലെ ഒരു കഷ്ണം ഭക്ഷണം പോലും സ്നേഹത്തോടെ പങ്കിട്ട സൗഹൃദങ്ങളുണ്ട്. മഴ പെയ്യുമ്പോൾ ജനലഴിയിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്ന നിമിഷങ്ങളുണ്ട്. ഒരിക്കലും തിരികെ കിട്ടാത്ത ആ ദിവസങ്ങൾ ഇനി ഈ കാറ്റിലൂടെ വീണ്ടും എന്നെ തൊട്ടുകൊണ്ടുപോയി എന്നുള്ളതാണ്. ജീവിതം നമ്മളെ പല വഴികളിലൂടെ നടത്തും, പക്ഷേ പല നഗരങ്ങളിലേക്കും അതുപോലെ തന്നെ പല മനുഷ്യരിലേക്കും. പക്ഷേ നമ്മളാക്കിയ തുടക്കം എവിടെയാണോ അവിടേക്ക് ഒരിക്കൽ തിരികെ എത്തുമ്പോൾ മനസ്സ് വീണ്ടും ഒരു കുഞ്ഞാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ മനസ്സിലാകും വലുതാവുക എന്നത് വയസ്സ് കൂടുന്നതല്ല, നമ്മുടെ ഉള്ളിലെ ആ കുഞ്ഞിനെ മറക്കുന്നതാണ് എന്ന്. അതുകൊണ്ടാകാം ചില സ്ഥലങ്ങളൊക്കെ കാണുമ്പോഴേ കണ്ണുകൾ നിറയുന്നത്, ചില മണങ്ങൾ അനുഭവിക്കുമ്പോൾ വർഷങ്ങൾ പിന്നിലേക്ക് സഞ്ചരിക്കുന്നത്, ചില സ്കൂളുകൾ വെറും കെട്ടിടങ്ങളല്ലാത്തതും അവിടെ നമ്മുടെ ബാല്യം ഇന്ന് നമ്മളെ കാത്തു നിൽക്കുന്നതിനാലാണ്. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരോടും ഒരു ചെറിയ അഭ്യർത്ഥനയുണ്ട്. നിങ്ങളും ഒരിക്കൽ സമയം കണ്ടെത്തി നിങ്ങളുടെ ആദ്യ വിദ്യാലയത്തിലേക്ക് ഒന്ന് ചെന്ന് നോക്കണം കേട്ടോ. അവിടെയുള്ള മരത്തെയോ മതിലിനെയോ ക്ലാസ് റൂമിലേക്കോ തൊട്ട് നോക്കണം. ഒരു വരാന്തയിൽ നിശബ്ദമായി നിൽക്കണമെന്ന്. കണ്ണുകളടച്ച് നിങ്ങളുടെ കുട്ടിക്കാലത്തെ കുഞ്ഞുകാലത്തെ ഒന്ന് വിളിച്ചു നോക്കൂ. വിശ്വസിക്കൂ, ഞാൻ പറയുന്നത് സത്യമാണ് കേട്ടോ. നിങ്ങൾ മറന്നുപോയ ഒരു പുഞ്ചിരിയുണ്ടല്ലോ, കാലം മായ്ക്കാൻ കഴിയാത്ത ഒരു ഓർമ്മ, അവിടെ ഇന്നും നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടാകും. ബാല്യം ഒരിക്കലും മരിക്കുന്നില്ല. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏതോ ഒരു മൂലയിൽ പൊടി പിടിച്ചൊരു സ്കൂൾ ബെഞ്ചിൽ, ഒരു ചോക്കുപൊടിയുടെ മണത്തിൽ, ഒരു മണിയൊച്ചയുടെ പ്രതിധ്വനിയിൽ, ഒരു പഴയ വരാന്തയുടെ നിശബ്ദതയിൽ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ തിരികെ വരുമെന്ന് വിശ്വസിച്ച്.